വനം ഉദ്യോഗസ്ഥർക്കെതിരെ പ്രകോപന പ്രസംഗവുമായി മലപ്പുറം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകഴിഞ്ഞെന്നും വനം ഓഫീസ് ചുട്ടുകരിക്കുമെന്നുമാണ് പ്രസംഗത്തിൽ പറഞ്ഞത്. മലപ്പുറം പോത്തുകല്ല് കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് ഈ പ്രകോപന പരാമർശം അടങ്ങുന്ന പ്രസംഗം. ഈ പ്രശ്നത്തിന് മണിക്കൂർ വെച്ച് പരിഹാരമുണ്ടാക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് കൊടിയുമായിട്ടാണ് വന്നതെങ്കിൽ നാളെ ഞങ്ങൾ ചൂട്ടുകത്തിയുമായി വരും. ഈ ഓഫീസ് ഞങ്ങൾ ചൂട്ടുകരിക്കും. ഇവിടുത്തെ ഓഫീസർമാരെ അടിച്ചോടിക്കാൻ ഞങ്ങൾ മടിക്കില്ല. ജനങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടുണ്ട്. ജീവിക്കാനുള്ള അവകാശം ഈ നാട്ടിലെ പൗരന്മാർക്ക് ഭരണഘടന നൽകുന്ന അവകാശമാണ്. ആ ജീവിക്കാനുള്ള പൗരന്റെ അവകാശത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ഒരു വനം വകുപ്പ് മന്ത്രിക്കും കേരളത്തിൽ വിലസാമെന്ന് വ്യാമോഹം വേണ്ട. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സമീർ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയിയുടെ പ്രകോപനപരമായ പ്രസംഗത്തിന്റെ ശബ്ദം നമ്മളിപ്പോൾ കേട്ടു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വനംവകുപ്പ് ഓഫീസ് തീയിട്ട് കളയുന്ന പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നാണോ പ്രസംഗത്തിലെ പരാമർശം? ആ പ്രസംഗം പൂർണ്ണമായി നോക്കുമ്പോൾ അതിൽ എത്രത്തോളം പ്രകോപനം ഉണ്ടായിരുന്നു? ഗോപികൃഷ്ണൻ, നിലവിൽ VS ജോയ് നടത്തിയ പ്രസംഗത്തിലെ ഒരു പ്രകോപനപരമായ ഭാഗമാണ് നമ്മൾ കേട്ടത്. ഇവിടെ മാത്രമാണ് പ്രകോപനമുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഈ വന്യമൃഗ ശല്യത്തിനെതിരെ കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VS ജോയ്. അദ്ദേഹം പറയുന്നത് വന്യമൃഗ ശല്യത്തിനെതിരെ മണിക്കൂറുകൾ കൊണ്ട് തന്നെ നടപടി എടുക്കാനാകും. അങ്ങനെ എടുത്തില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഇന്ന് കൊടിയുമായി വന്നതെങ്കിൽ അടുത്ത ദിവസം കൊടിയുമായിട്ടല്ല വരിക, മറിച്ച് ചൂട്ടുകറ്റയുമായി വരും. ഉദ്യോഗസ്ഥരെ വനംവകുപ്പ് ഓഫീസിൽ നിന്നും ഇറക്കി ഓടിക്കും. അതിനുശേഷം ഓഫീസ് ചുട്ട് ചാമ്പലാക്കും എന്നുള്ളതാണ് VS ജോയ് പ്രകോപനപരമായി സംസാരിച്ചിരിക്കുന്നത്. ഓഫീസർമാരെ അടിച്ചോടിക്കാനും തങ്ങൾ മടിക്കില്ല. ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വിഹാരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വന്യമൃഗ ശല്യം പരിഹരിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ വനം മന്ത്രിയെയും